ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂട്ടർ. എല്ലാവരും ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 2024 ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത എല്ലാവർക്കും മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെയുള്ള സമയത്തിലാണ് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നറിയായിരിക്കും. ഐ തിങ്ക് എല്ലാവരും ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരിക്കും. ഒരു മാസം കൊണ്ട് അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം, അതും ഒത്തിരി പുസ്തകങ്ങളുണ്ട്. സോ ഹൗ ക്യാൻ വി ഡു ഇറ്റ്? എന്തൊക്കെ കാര്യങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം? കാരണം നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ക്ലാസ്സസ് ഒന്നും തന്നെ ഇല്ല, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല ക്ലാസ്സുകൾ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? എവിടെ നിന്നാണ് ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ലഭിക്കുക? യൂട്യൂബിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ പല ഹിന്ദി വീഡിയോസ് അല്ലാതെ മലയാളം വീഡിയോസ് വളരെ ചുരുക്കം മാത്രമായിരിക്കും നമുക്കിതിൽ നിന്നും ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ മൊത്തം കൺഫ്യൂഷനുള്ള ഒരു ചെറിയ സമ്മറി അല്ലെങ്കിൽ ചെറിയൊരു ഐഡിയ ഞാൻ തരാനാണ് ഈ ഒരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം എന്തൊക്കെയാണ് അസൈൻമെൻറ്റിന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഫസ്റ്റ് നമുക്ക് തുടങ്ങാം, അല്ലേ? അതായിരിക്കും കൂടുതൽ നല്ലത്. സോ ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ and I think you will get a better information to prepare yourself. Okay, so let's move on. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ നിന്നും വരുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യനും കൂടിയും കൂട്ടിക്കുഴയ്ക്കാതെ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഫോക്കസ് ചെയ്യുക. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിരിക്കണം നമ്മളുടെ ആൻസേഴ്സ് ആയിട്ട് വരേണ്ടത്. ആസ് യു നോ, ഒരു ഔട്ട്ലൈൻ ഓഫ് ദി അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട്, പിന്നെ കൺക്ലൂഷനാണ്. അപ്പോൾ എന്താണ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത്? അത് ആദ്യം അറിയണം. എല്ലാം കൂടി കൂട്ടി കുഴച്ച് ഇൻട്രൊഡക്ഷനിൽ എഴുതരുത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഐസേ നമ്മളുടെ ക്വസ്റ്റ്യനിൽ എന്താണോ തന്നിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് അസൈൻമെൻറ്റ് വായിക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയാണ് ഇൻട്രൊഡക്ടറി പാർട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എഴുതാൻ പോകുന്ന അസൈൻമെൻറ്റ് ഹോൾ തിങ്ങിൽ ഇൻട്രൊഡക്ടറി പാർട്ടിൽ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാവൂ. ബോഡി പാർട്ടിലും കൺക്ലൂഷനും കാര്യം ഇൻട്രൊഡക്ടറി പാർട്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി എന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇൻട്രൊഡക്ടറി പാർട്ടിൽ ആവശ്യമായിട്ടുള്ളൂ. ഇൻട്രൊഡക്ഷന് ശേഷം വരുന്നത് ബോഡി പാർട്ടാണ്. ഞാൻ ആദ്യം കൺക്ലൂഷൻ്റെ പറഞ്ഞതിന് ശേഷം ബോഡി പാർട്ട് പറയാം. കൺക്ലൂഷനിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ബോഡി പാർട്ടിൽ എന്താണോ എഴുതുന്നത് അതിൻ്റെ ടോട്ടലായിട്ട് എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഒരു സമ്മറി മാത്രമായിരിക്കണം കൺക്ലൂഷന് വരേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാരി വലിച്ചെഴുതാതെ കൺക്ലൂഷനിൽ നമ്മൾ ജസ്റ്റ് അവർ വായിക്കാൻ പോകുന്നത് മെയിനായിട്ട് ഞാൻ പറയാമല്ലോ, ഓൾമോസ്റ്റ് ഓൾ ദി ടീച്ചേഴ്സ് ദേ റീഡ് ഇൻട്രൊഡക്ടറി പാർട്ട് ആൻഡ് കൺക്ലൂഷൻ, മെയിൻലി ദ കൺക്ലൂഷൻ they read it. So conclusion must be എന്താ പറയുക, ദ ബെസ്റ്റ് ആയിരിക്കണം. കൺക്ലൂഷനിലായിരിക്കും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒന്ന്. ബോഡി പാർട്ടിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോഡ്സ്, പിന്നെ മെയിനായിട്ട് എല്ലാതൊന്നും അവർ മെയിനായിട്ട് വായിക്കാൻ പോകാൻ ചാൻസ് കുറവാണ്. എനിക്കറിയില്ല ഇനി ടീച്ചേഴ്സ് വല്ലവരും വായിക്കുന്നുണ്ടോ എന്നുള്ളത്. എല്ലാം അറ്റൻറ്റീവിൽ ഓരോ വാക്കെടുത്ത് വായിക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കോഡ്സും കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അണ്ടർലൈൻ ചെയ്യുമ്പോൾ അവിടെ മാത്രമായിരിക്കും അവരുടെ ഫോക്കസ് പോകുന്നത്. പിന്നെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആ പോർഷൻസ് ഒരിക്കലും അതേപടി കോപ്പി അടിച്ച് വെക്കാൻ പാടില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് അനലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഓൺ വേർഡ്സിൽ വേണം അത് ചെയ്യാനായിട്ട്, ഓക്കെ, എഴുതാനായിട്ട്. ഇനി അതിൻ്റെ ഗൂഗിളിലൊക്കെ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയണം എന്ന് നിർബന്ധമില്ല. സോ വാട്ട് യു ഡു ഈസ് ദാറ്റ് നിങ്ങൾ ആ മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ ഗൂഗിളിൻ്റെ സഹായത്തോട് കൂടിയിട്ടൊക്കെ മലയാളം ട്രാൻസ്ലേഷനൊക്കെ ഒന്ന് മലയാളത്തിൽ അടിച്ചു കൊടുത്തിട്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെയാണ് സാധാരണ അസൈൻമെൻറ്റ്സ് MA സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇഫ് യു നോ ഇംഗ്ലീഷ് ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ആൻഡ് ഫൈനലി വാട്ട് യു ഷുഡ് നെവർ ഡു ഈസ് ദാറ്റ് നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഞാൻ മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓൾറെഡി ഐ ഹാവ് മെൻഷൻഡ് ഇറ്റ്. നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപടി ടെക്സ്റ്റ് അങ്ങനെ തന്നെ എഴുതരുത്. യു ഹാവ് ടു അനലൈസ് ദ ടെക്സ്റ്റ് ആൻഡ് യു ഹാവ് ടു റൈറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വാക്കുകളാൽ ഗൂഗിളിൻ്റെയോ മറ്റോ സഹായത്തോട് കൂടിയിട്ട് അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് സെക്കൻഡ്ലി ദ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ഒത്തിരി ആൾക്കാർ ചെന്ന് ചാടുന്ന ഒന്നാണ്
പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല സൈറ്റുകളിലൊക്കെ അവർ നിങ്ങൾ പൈസ കൊടുക്കും, പൈസ കൊടുത്തിട്ട് അവർ തന്നെ അസൈൻമെൻറ്റ്സ് എഴുതും. ചിലർക്ക് അസൈൻമെൻറ്റ്സ് എഴുതുകയല്ല, ജസ്റ്റ് മെയിൽ ചെയ്യും, നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണെങ്കിലും അത് എന്താ പറയുക, എമൗണ്ട് വാരി ചെയ്യുന്നുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് അവർ എഴുതി തരികയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ പൈസ കൊടുക്കണം, അല്ല മെയിൽ ചെയ്ത് തരികയാണെങ്കിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങളത് ഒരു മാറ്റവും വരുത്താതെ അങ്ങനെ തന്നെ പോയി സബ്മിറ്റ് ചെയ്യും. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണെന്ന്? ഒരിക്കലുമില്ല. ഇതേ അസൈൻമെൻറ്റ് തന്നെയാണ് മറ്റു പലർക്കും കിട്ടുന്നത്. സോ യു ആർ കോട്ട്, ലെക്ചറേഴ്സിൻ്റെ കണ്ണിൽ നിങ്ങൾ കോപ്പി അടിച്ചവരായിട്ട് മാറുകയാണ്. ആൻഡ് സംടൈംസ് യുവർ അസൈൻമെൻറ്റ്സ് ഗെറ്റ്സ് റിജക്റ്റഡ് ഓൾസോ. Okay, so it's my own advice, it's my personal advice is that you should never do that. പിന്നെ ഈ അസൈൻമെൻ്റ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ആൻഡ് യു ഷുഡ് സീ ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമായിട്ട് ഇത് കാണണം. ആൻഡ് യു സ്റ്റാർട്ട് സ്റ്റഡിങ് ലൈക്ക് ബൈ പ്രിപ്പയറിങ് ദി അസൈൻമെൻറ്റ്സ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, MEG 10-ൻ്റെ അസൈൻമെൻറ്റിൻ്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ അസൈൻമെൻ്റ് ആയിട്ടല്ല പ്രിപ്പയർ ചെയ്ത് തരുന്നത്, എന്തൊക്കെയാണ് അതിൽ എഴുതേണ്ടത്, അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ഉടനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. കാരണം വോള്യൂം 1 ഉണ്ട്, വോള്യൂം 2 ഉണ്ട്, പിന്നെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. ഇതിലെല്ലാത്തിലും ഒന്നും ആൻസേഴ്സ് ഇല്ല. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ആ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ദാറ്റ് മേ ബി എ ഹെൽപ്ഫുൾ. പിന്നെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാം, ആ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് കമൻറ്റ് മീ ഇഫ് യു ഹാവ് എനി ക്വറീസ്. Okay, so thank you, take care and goodbye, and wish you all the very best. Prepare your assignments well. Okay.